ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും പുറത്ത്. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതായാണ് വിവരം. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചത്. ഈ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തിയത്. പോറ്റിയും സഹായി രമേശ് റാവുവും ചേർന്നാണ് സ്വർണം പൂശിയ വാതിൽ ബംഗളൂരുവിലെത്തിച്ചത്. വാതിലിന്റെ മരപ്പടികളെല്ലാം നടന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലായിരുന്നു. ഇതിനുശേഷം സ്വർണം പൂശാനായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെയാണ് നടൻ ജയറാമിന്റെ വീട്ടിലടക്കം വാതിൽ കൊണ്ടുപോയി പൂജ നടത്തിയത്. തുടർന്ന് ബംഗളൂരുവിലെത്തിച്ച് ശ്രീരാംപുര ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ പലയിടങ്ങളിലായി പ്രദർശിപ്പിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്നാണ് സംശയം. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേർക്ക് പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയെന്നാണ് വിവരം. കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നു. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും കിട്ടിയിട്ടില്ലെന്നും പോറ്റി പറഞ്ഞിരുന്നു. തന്നെ മറയാക്കി പലരും സ്വർണം തട്ടിയെടുത്തുവെന്നാണ് പോറ്റിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയ പേരുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. പോറ്റിയുടെയും സഹോദരിയുടെയും വീടുകളിലും സഹായി വാസുദേവന്റെ വീട്ടിലും ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, ശബരിമല എന്നിവിടങ്ങളിലും പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ പുളിമാത്തുള്ള കുടുംബ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ശബരിമല സ്പോൺസർഷിപ്പുകൾ സംബന്ധിച്ച ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഭൂമി ഇടപാടിന്റെ രേഖകളടക്കം കണ്ടെടുത്തതായും സൂചനയുണ്ട്. നേരത്തെ പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ തട്ടിപ്പിന് കൂട്ടുനിന്നവരുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞതായിരുന്നുവെന്നും വ്യക്തമായി. ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ സംബന്ധിച്ചുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.